നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് 1/√1 - ആകുന്നത്, ടാൻ ഇൻവേഴ്സിൻ്റെത്, കോസ് ഇൻവേഴ്സിൻ്റെത് ഒക്കെ. നമ്മൾ സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും ചെയ്തു. ബട്ട് കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ് ഒക്കെ ആദ്യമേ നിങ്ങൾക്ക് എഴുതി തന്നതാണ്. അതിൻ്റെ ഡെറിവേറ്റീവുകളൊക്കെ പഠിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇൻവേഴ്സിൽ ഞാൻ പറഞ്ഞു, അവിടെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെതാണ് നമ്മൾ കണ്ടത്. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ വരുന്ന ഇൻവേഴ്സുകളുടെ ഡെറിവേറ്റീവുകൾ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഇഫ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x/1 + x², ഫൈൻ dy/dx. അപ്പം ഇവിടെ y തന്നിരിക്കുന്നത് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടാണ്. ബട്ട് നമ്മൾക്കറിയാം, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോഴാണ് അതൊരു ബേസിക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആവുക. സൈൻ ഇൻവേഴ്സ് എക്സ്, ആ എക്സ് കിടക്കേണ്ട സ്ഥാനത്ത് വേറൊരു റാഷണൽ ഫംഗ്ഷൻ, അതായത് രണ്ട് പോളിനോമിയൽ ഡിവൈഡ് ചെയ്ത് വരുന്ന റാഷണൽ ഫംഗ്ഷൻ കയറി കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇത് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ചെയിൻ റൂൾ പ്രകാരമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയിൻ റൂൾ പ്രകാരം ചെയ്യാനാണെങ്കിൽ dy/dx എന്ന് പറയുന്നത് അറിയാമല്ലോ, സൈൻ ഇൻവേഴ്സ് ആണ് ഔട്ടർ ഫംഗ്ഷൻ, 2x/1 + x² ഇൻസൈഡ് ആണ്. അപ്പോൾ ഔട്ടറിൻ്റെത് എടുക്കുമ്പം സൈൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾക്കറിയാം 1/√1 - x² എന്നാണ് അല്ലേ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെത്. സൈൻ ഇൻവേഴ്സ് എന്ത് വരുന്നോ 1/√1 - അതെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ 1/√1 - ഈ എക്സ്പ്രഷൻ എന്താ, 2x/1 + x² ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സിൻ്റെത് കഴിഞ്ഞു. ഇനി അകത്തത് എടുക്കുമ്പോൾ u/v കോഷ്യൻ റൂൾ എടുക്കണം. അങ്ങനെ കോഷ്യൻ റൂൾ എടുത്തു പോകുമ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ നമ്മളിത് ചെയ്തു വരുമ്പോൾ അത് വലിയ ഒരു കാൽക്കുലേഷൻ, ഇവിടെ LCM ഒക്കെ എടുത്ത് ചെയ്ത് ഒരു വലിയ ഒരു കോംപ്ലിക്കേറ്റഡായി വളരെ ലോങ് ആയി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും, ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഇങ്ങനെ പ്രോപ്പറായ രീതിയിൽ ചെയിൻ റൂൾ വഴി ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും, പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ എന്താണ് വേറൊരു വഴി, എങ്ങനെ ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ? അതാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കൂ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവുകൾ എടുക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ് അല്ലേ. കാരണം സൈൻ ഇൻവേഴ്സും സൈനും പരസ്പരം ഇൻവേഴ്സുകളാണ്. അത് പോകുമ്പോൾ എന്തായി മാറും, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ആണ്, അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റയാണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് ഈ കിടക്കുന്ന ബ്രാക്കറ്റിനുള്ളിൽ ഒരു സൈൻ തീറ്റ എന്ന് വന്നാൽ, അല്ലെങ്കിൽ ഒരു സൈൻ 2 തീറ്റ എന്ന് വന്നാൽ, അല്ലെങ്കിൽ സൈൻ 3 തീറ്റ എന്ന് വന്നാൽ സൈൻ ഇൻവേഴ്സ് സൈനെ ക്യാൻസലായി പോകുമ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ നിന്ന് പോയി കിട്ടും. ഇൻവേഴ്സ് കിടന്നതുകൊണ്ടാണല്ലോ 1/√1 - x² എന്നും പിന്നെ കോഷ്യനും ഒക്കെ പോകേണ്ടി വന്നത്. അങ്ങനെ ഇൻവേഴ്സ് കളയാൻ വേണ്ടി ഈ ബ്രാക്കറ്റിനുള്ള ഉള്ളിലുള്ള ആൾ ഒരു സൈൻ 2 തീറ്റയോ സൈൻ 3 തീറ്റയോ സൈൻ 4 തീറ്റയോ സൈൻ തീറ്റയോ ഒക്കെ ആകാൻ കഴിയുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ എക്സിന് പകരം ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സൈൻ 2 തീറ്റയുടെ എക്സ്പാൻഷൻ ആകുമോ, അല്ലെങ്കിൽ സൈൻ 3 തീറ്റയുടെ എക്സ്പാൻഷൻ ആകുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അവിടെയാണ് നമ്മൾ +1 പഠിച്ച ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റികൾ ഉപയോഗിക്കേണ്ടി വരിക. +1 നമ്മൾ ട്രിഗണോമെട്രിക്കൽ ഡബിൾ ആംഗിൾ, ട്രിപ്പിൾ ആംഗിൾ ഫോർമുലകൾ പഠിച്ചിട്ടുണ്ട്. സൈൻ 2 തീറ്റയുടെ ഫോർമുല നമ്മൾ പഠിച്ചു, 2 sin θ cos θ അല്ലേ. സൈൻ 2 തീറ്റയ്ക്ക് പിന്നീട് ഒരു ഫോർമുല കൂടി ടാനിൽ നിങ്ങൾ പഠിച്ചു, ഓർമ്മയുണ്ടാകും, 2 tan θ/1 + tan² θ. അപ്പം നോക്കൂ, ഇവിടെ 2 tan θ/1 + tan² θയുമായി സാമ്യം വരുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആണല്ലോ കിടക്കുന്നത്, 2x/1 + x². അപ്പോൾ ഇവിടെ എക്സിന് പകരം എന്ത് കൊടുത്താൽ നമുക്ക് സൈൻ 2 തീറ്റ എന്ന് കിട്ടും. എക്സിന് പകരം ടാൻ തീറ്റ കൊടുത്താൽ 2 tan θ/1 + tan² θ, അത് സൈൻ 2 തീറ്റ ആകും. അപ്പോൾ നമ്മൾക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സും സൈനും കളയാൻ കഴിയും. അപ്പോൾ നമ്മൾക്ക് ഏതൊരു ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ തന്നാലും ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന എക്സ്പ്രഷനിൽ എക്സിന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമ്മൾക്കത് കിട്ടുക എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഞാൻ എക്സിന് പകരം ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എനിക്ക് മനസ്സിലായി ടാൻ തീറ്റ കൊടുത്താൽ സൈൻ 2 തീറ്റ ആകുമെന്നുള്ളത്. എക്സിന് ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും, ടാൻ ഇൻവേഴ്സ് എക്സ് ആയി മാറുമല്ലോ, വിച്ച് ഇംപ്ലൈസ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എക്സിന് പകരം ടാൻ തീറ്റ കൊടുക്കുന്നു. അപ്പോഴും ഞാൻ ഡെറിവേറ്റീവ് എടുത്ത് തുടങ്ങിയിട്ടില്ല, എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. 2 tan θ/1 + tan² θ എന്നാകും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. ഇതിന് പകരം നമ്മൾക്ക് എന്തെന്ന് എഴുതാം, സൈൻ 2 തീറ്റ എന്ന് എഴുതാം. കാരണം സൈൻ 2 തീറ്റയുടെ എക്സ്പാൻഷനാണ് 2 tan θ/1 + tan² θ.
അപ്പോൾ സൈൻ ഇൻവേഴ്സും സൈനും നമ്മൾ പഠിച്ച റൂൾ പ്രകാരം സൈൻ ഇൻവേഴ്സ് സൈൻ എന്ത് വരുന്നോ അതായി മാറും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 2θ എന്തായി മാറുന്നു? 2θ ആയി മാറും. നോക്കൂ, നമ്മളുടെ വലിയ ഒരു ക്വസ്റ്റ്യൻ ചുരുങ്ങി ഇപ്പോൾ y = 2θ എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങി. എന്നാൽ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം വൈയിലും എക്സിലുമാണ്, വൈയിലും തീറ്റയിലുമല്ല. അപ്പോൾ നമ്മൾക്ക് ഈ തീറ്റയെ തിരിച്ച് എക്സിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തത് തീറ്റ = tan ഇൻവേഴ്സ് എക്സ്. അപ്പോൾ y = എന്തെന്നായി മാറി? 2 tan ഇൻവേഴ്സ് എക്സ് എന്നായി മാറി. ശരിയാണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമ്മൾക്ക് ഡെറിവേറ്റീവ് എടുക്കാം. നമുക്ക് dy/dx അല്ലേ വേണ്ടുന്നത്. therefore dy/dx = 2 കോൺസ്റ്റന്റ് ആണ്, 2 tan ഇൻവേഴ്സ് എക്സിൻ്റെത് 1/1 + x², ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1 + x² എന്നുള്ളതാണ് ഈ വൈയുടെ ഡെറിവേറ്റീവ്. നോക്കൂ എത്ര സിമ്പിളായിട്ടാണ് ചെയ്തു വന്നത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ റൂൾ മറ്റുമൊക്കെ എടുത്ത് ചെയിൻ റൂൾ വഴി ചെയ്താൽ എത്രയോ ലോങ് ആയി പോകുമായിരുന്ന കണക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോഴത്തേക്ക് വളരെ സിമ്പിളായി. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആവുക ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് വരുന്ന കേസുകളിലാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതുമായി തൊട്ട് 2-3 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് y = tan ഇൻവേഴ്സ് 3x - x³/1 - 3x², ഫൈൻഡ് dy/dx. വീണ്ടും ഇൻവേഴ്സിലുള്ള ഒരു എക്സ്പ്രഷൻ വന്നു കഴിയും. നമുക്കറിയാം ഇതും നമ്മൾ നോർമലായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം tan ഇൻവേഴ്സിൻ്റെ എടുക്കണം, പിന്നെ ഇതെടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ റൂൾ വരും, വളരെ ലോങ് ആകും. അപ്പോൾ ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ആയതുകൊണ്ട് എക്സിന് പകരം ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ, ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൊടുത്താൽ നമ്മൾക്ക് ഈ tan ഇൻവേഴ്സ് tan 2θ എന്നോ tan 3θ എന്നോ കിട്ടും എന്ന് മനസ്സിലാക്കും. ഇവിടെ നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. കാരണം ഇത് ഒരു പ്രോപ്പർ 3x - x³/1 - 3x² എന്ന് പറയുന്നത് തന്നെ നമ്മൾ കാണുമ്പോഴേ അറിയാം അതൊരു tan 3θയുടെ എക്സ്പാൻഷനാണ്. കാരണം tan 3θ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും 3 tan θ - tan³ θ/1 - 3 tan² θ എന്നാണ്. നമ്മൾ ഒരുപാട് അത് ഐഡൻറ്റിറ്റി റിപ്പീറ്റഡ്ലി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം നമ്മൾ എന്താണ് കൊടുക്കേണ്ടി വരിക? tan θ. ഒട്ടുമിക്ക ക്വസ്റ്റ്യനുകളിലും മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി tan θ. tan θ തന്നെ ആയിരിക്കും മിക്ക ക്വസ്റ്റ്യനുകളിലും സബ്സ്റ്റിറ്റ്യൂഷൻ, ബട്ട് ഉറപ്പിക്കാൻ കഴിയില്ല, ഏകദേശം. അപ്പോൾ നമ്മൾ എക്സിന് പകരം tan θ എന്ന് കൊടുക്കുന്നു. x = tan θ, വിച്ച് ഇംപ്ലൈസ് θ = tan ഇൻവേഴ്സ് x. ശരിയാണല്ലോ. അപ്പോൾ എക്സിന് tan θ നിങ്ങൾ കൊടുത്താൽ y = tan ഇൻവേഴ്സ് 3 tan θ minus tan³ θ divided by 1 - 3 tan² θ എന്നാകും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാ കിട്ടുക? tan ഇൻവേഴ്സ്, ദിസ് ഈസ് tan 3θ. നമ്മൾക്കറിയാം tan 3θയുടെ എക്സ്പാൻഷൻ ആണത്. അപ്പോൾ tan ഇൻവേഴ്സ് tan എന്ന് വന്നാൽ tan ഇൻവേഴ്സ് tan x ഈസ് x. അപ്പോൾ tan ഇൻവേഴ്സ് tan 3θ എന്താകും? 3θ ആയി മാറും. therefore നമ്മളുടെ എക്സ്പ്രഷൻ വളരെ സിമ്പിളായി കഴിഞ്ഞു. y = 3θ. ബട്ട് തീറ്റയിൽ ഇട്ടിരിക്കാൻ കഴിയില്ല, കാരണം ക്വസ്റ്റ്യൻ എക്സിലാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് y = 3 × tan ഇൻവേഴ്സ് x എന്ന് നമ്മൾ തിരിച്ചെഴുതും. കാരണം തീറ്റ tan ഇൻവേഴ്സ് x ആണ്. ഇപ്പോൾ വൈയും എക്സുമായി കണക്റ്റഡ് ആയി. ഇനി ഡെറിവേറ്റീവ് എടുക്കാം. വിത്ത് റെസ്പെക്ട് ടു x, dy/dx = 3 × 1/1 + x² = 3/1 + x². ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ശ്രദ്ധിച്ചോളുക. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം. If y = sin inverse 1 - x²/1 + x², find dy/dx. അപ്പം y എന്ന് പറയുന്നത് ഇവിടെയും ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഈ ഒരു എക്സ്പ്രഷനിൽ എക്സിന് പകരം എന്ത് കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എക്സിന് പകരം എന്ത് കൊടുത്താലും സൈൻ 2θയ്ക്ക് നമ്മൾ പഠിച്ചിരിക്കുന്നത് 2 sin θ cos θ എന്നുള്ള ഇക്വേഷനാണ്. ആ രീതിയിലല്ല ഇത് കിടക്കുന്നത്. പിന്നീട് 2 tan θ/1 + tan² θ ആണ്. ഇവിടെയും 2x/1 + x² എന്നല്ല, അത് പറ്റില്ല. ഇനി സൈൻ 3θ, സൈൻ 2θയ്ക്ക് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. സൈൻ 3θയ്ക്ക് നമ്മൾ പഠിച്ചിരിക്കുന്നത് 3 sin θ - 4 sin³ θ എന്നാണ്. അതും ഇങ്ങനെ വരില്ല. അപ്പോൾ സൈൻ 2θയും സൈൻ 3θയും അല്ലെങ്കിൽ പിന്നെ സൈൻ 4θ 5θയിലേക്ക് പോകണ്ട, കാരണം അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി വരുന്നത് ഏതിനാണ്? ഒരു 1 - എന്തെങ്കിലും സ്ക്വയർ/1 + എന്ന് വരിക. നമുക്കറിയാം കോസ് 2θയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 - tan² θ/1 + tan² θ എന്ന്. അത് കോസിനാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷേ നമുക്കിപ്പോൾ സൈൻ ആക്കാൻ നിവൃത്തിയില്ലല്ലോ, സൈൻ വേഴ്സ് സൈൻ എന്നാക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് ഇതിനെ നമ്മൾക്ക് കോസിൽ തന്നെ എഴുതാം. അപ്പോൾ ഞാൻ എക്സിന് tan θ എന്നങ്ങ് കൊടുക്കുകയാണ്. പുട്ട് x = tan θ. അപ്പോൾ എന്ത് സംഭവിക്കും? θ = tan ഇൻവേഴ്സ് x. എക്സിന് പകരം tan θ കൊടുക്കുമ്പോൾ y = sin ഇൻവേഴ്സ് 1 - tan² θ/1 + tan² θ. ശരിയാണല്ലോ. അപ്പോൾ എനിക്ക് കിട്ടുക സൈൻ ഇൻവേഴ്സ് കോസ് 2θ എന്നാണ് കിട്ടുക.
എൻ്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് റൂൾ പ്രകാരം സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് വന്നാൽ മാത്രമേ എനിക്ക് എഴുതാൻ കഴിയുള്ളൂ. കോസ് 2 തീറ്റ എന്ന് വന്നാൽ എഴുതാൻ കഴിയില്ല. ശരിയല്ലേ? അപ്പോൾ ഈ കോസ് വന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിനെ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കോസിനെ സൈൻ ആക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം 10ാം ക്ലാസ് പോലെ നമ്മൾ പഠിക്കുന്നതാണ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 മൈനസ് തീറ്റയാണ് അല്ലേ? കോസ് എന്ത് വന്നാലും അത് സൈൻ 90 മൈനസ് ആണ്. അപ്പോൾ എനിക്കിതിനെ ഇങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് സൈൻ π/2 മൈനസ് 2 തീറ്റ. π/2 ഇസ് 90 മൈനസ് 2 തീറ്റ. ശരിയാണല്ലോ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ അങ്ങ് പോകും, ക്യാൻസലായി പോകും. എന്ത് വരും? y ഈക്വൽ ടു π/2 മൈനസ് 2 തീറ്റ എന്ന് വരും. ശരിയാണല്ലോ? y ഈക്വൽ ടു π/2 മൈനസ് 2 തീറ്റ. തീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് tan ഇൻവേഴ്സ് എക്സ്. therefore dy/dx ഈക്വൽ ടു π/2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റായി മാത്രം കിടക്കുന്നു, അതിൻ്റെ കൂടെ എക്സോ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ π/2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. 0 മൈനസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെത് 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യനൊക്കെ എൻട്രൻസ് എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഇഫ് y ഈക്വൽ ടു ഫൈൻ dy/dx, ഈ ഉത്തരം തന്നിരിക്കും. 2/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് തരും. രണ്ടാമത്തെ ഓപ്ഷൻ മൈനസ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് തരും. മൂന്നാമത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് തരും. നാലാമത് വേറെ ഏതെങ്കിലും തരും. ശ്രദ്ധിക്കുക, ഇതൊക്കെ പലവട്ടവും എൻട്രൻസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 4 മാർക്കാണ് കിട്ടുക. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും 500 റാങ്ക് മേറി കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ കൂടി തെറ്റില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോളുക. അടുത്ത നോക്കാം. ഇഫ് y ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് 1/2x സ്ക്വയർ മൈനസ് 1 ഫൈൻഡ് dy/dx. അപ്പോൾ ഇവിടെ സീക്ക് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? സീക്ക് 2 തീറ്റയെന്നോ 3 തീറ്റയെന്നോ സീക്ക് തീറ്റയെന്നോ വരണം. ഇത് സീക്ക് വരണമെങ്കിൽ 1 എന്തെന്ന് വരണം? കോസ് എന്ന് വരണം. അപ്പം 2x സ്ക്വയർ മൈനസ് 1 ഒരു കോസ് 2 തീറ്റയെന്നോ കോസ് 3 തീറ്റയെന്നോ കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നിങ്ങൾക്കറിയാം 2x സ്ക്വയർ മൈനസ് 1 എക്സിന് പകരം എന്ത് കൊടുക്കാം നമ്മൾക്ക്? കോസ് 2 തീറ്റ. നമ്മൾ പഠിച്ചിരിക്കുന്ന റിലേഷൻ ഏതൊക്കെയാ? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെയല്ല കിടക്കുന്നത്. പിന്നീട് പഠിച്ചിരിക്കുന്നത് എന്താ? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. അതുമല്ല. പിന്നെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട് കോസ് 2 തീറ്റ, 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എക്സിന് പകരം നോക്കൂ, 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നുള്ള രീതിയിലല്ലേ കിടക്കുന്നത്. എക്സിന് പകരം ഞാൻ എന്ത് കൊടുത്താൽ മതി? കോസ് തീറ്റ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? കോസ് 2 തീറ്റയുടെ ഐഡൻറ്റിറ്റി അറിയാമെങ്കിലേ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇത് കൊടുക്കണമെന്ന് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റികൾ നന്നായി അറിഞ്ഞിരിക്കുക ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സിന് പകരം കോസ് തീറ്റയാണ് കൊടുക്കുന്നത്. പുട്ട് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോൾ എനിക്ക് ഡിനോമിനേറ്ററിൽ കോസ് കിട്ടും, 1 കോസ് സീക്കായി മാറും. അപ്പോൾ എന്താ കിട്ടുക? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. therefore y ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് 1/2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നാകും. എന്താണ് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1? കോസ് 2 തീറ്റ നമ്മൾ പറഞ്ഞതാണ്. therefore സീക്ക് ഇൻവേഴ്സ് 1/കോസ് 2 തീറ്റ. that is സീക്ക് ഇൻവേഴ്സ് 1/കോസ് ഈസ് സീക്ക് 2 തീറ്റ. സീക്ക് ഇൻവേഴ്സ് സീക്ക് 2 തീറ്റ. സീക്ക് ഇൻവേഴ്സും സീക്കും പോകില്ലേ? നമ്മൾക്ക് 2 തീറ്റ എന്ന് കിട്ടില്ലേ? കിട്ടും. therefore y ഈക്വൽ ടു 2 തീറ്റ. തീറ്റ തിരിച്ചു കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy, നോക്കൂ, ലാസ്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ മാത്രമാണ് നമ്മൾ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നത്. dy/dx ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സിൻ്റെത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെത് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സിന് അതൊരു നെഗറ്റീവ് കൊടുത്താൽ മതി. നെഗറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഫൈനൽ ആൻസർ ഈസ് മൈനസ് 2/√1 മൈനസ് എക്സ് സ്ക്വയർ. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഇൻവേഴ്സ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോളുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ. എക്സ് കൊടുക്കേണ്ട കണ്ടീഷൻ തന്നിട്ടുണ്ട്, മൈനസ് 1/√2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/√2. കണ്ടീഷൻ തക്കാലം ശ്രദ്ധിക്കേണ്ട, അത് ഇൻവേഴ്സിനെ സംബന്ധിച്ച കണ്ടീഷനാണ്. അത് കറക്റ്റ് ആയിരിക്കും തരുന്നത്, അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഫൈൻ dy/dx, ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഇവിടെ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ആൾ സൈൻ്റെ ഏതെങ്കിലും റിലേഷൻ ആയിരിക്കണം. നോക്കിയാൽ സൈൻ 2 തീറ്റ, 2 സൈൻ തീറ്റ കോസ് തീറ്റ. നോക്കൂ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരണം. അപ്പോൾ ഇവിടെ എക്സിന് സൈൻ തീറ്റ കൊടുത്താൽ 1 മൈനസ് സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ ആകും, √2 കോസ് സ്ക്വയർ കോസ് കിട്ടും. അപ്പോൾ നമ്മൾ എക്സിന് എന്താണ് കൊടുക്കേണ്ടത്? സൈൻ തീറ്റയാണ്. കാരണം പെട്ടെന്ന് മനസ്സിലാകും, അതിനകത്തൊന്ന് വെറുതെ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ. therefore തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എക്സിന് സൈൻ തീറ്റ കൊടുക്കുന്നു. therefore y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്
2 ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സിന് പകരം സൈൻ തീറ്റ കൊടുക്കുമ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ ഈസ് കോസ് സ്ക്വയർ റൂട്ട് കോസ് സ്ക്വയർ ഈസ് കോസ് തീറ്റ. Therefore sin inverse sin 2 theta. Sin inverse sin is cancel each other, therefore 2 theta. Cancel each other എന്ന് പറയാൻ പാടില്ല, പരസ്പരം ഇൻവേഴ്സ് ആണ്, അതുകൊണ്ടാണ് 2 theta എന്നാകുന്നത്. എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ് cancel each other എന്ന് പറയുന്നത്. y equal to 2 theta. Therefore തീറ്റയ്ക്ക് പകരം sin inverse കൊടുക്കുമ്പോൾ y equal to 2 sin inverse x. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy by dx equal to 2 into 1 by root 1 minus x square, that is 2 by root 1 minus x square. This is the final answer. ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണുന്നത്, ശ്രദ്ധിച്ചോളൂ. ഇൻവേഴ്സ് കഴിഞ്ഞു, അപ്പോൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ കഴിഞ്ഞു, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മിക്കപ്പോഴും പബ്ലിക് എക്സാമിന് ചോദ്യങ്ങൾ വരാനുള്ള സെക്ഷനാണ് ഡെറിവേറ്റീവ്സ് ഓഫ് എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 raised to x, e raised to x, 2 raised to x, ഇങ്ങനെ പവറുകളിൽ വരുന്നതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ എന്ന് പറയുക. e raised to x ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ്. ഇത് മാത്രം പ്രത്യേകിച്ച് ദ എക്സ്പോണൻഷ്യൽ എന്ന് എടുത്ത് പറയും, ബാക്കിയൊക്കെ എക്സ്പോണൻഷ്യൽ, മൊത്തത്തിൽ എക്സ്പോണൻഷ്യൽ ആണ്. ബട്ട് ദിസ് ഈസ് എ സംതിങ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ, സോ വി കോൾ ദിസ് ഈസ് ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് എക്സ്പോണൻഷ്യൽ. ഇനി ലോഗരിതമിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്നതാണ് ലോഗ് എക്സ് എന്നുള്ളതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ. അപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പോണൻഷ്യൽ നമ്മൾക്ക് ഇങ്ങനെ തന്നെ തരണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഐഡൻറ്റിറ്റി ഡെറിവേറ്റീവ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ എന്നാണ്. അവിടെ എഴുതി തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. അപ്പോൾ 3 റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾക്ക് 3 റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് 3 എന്ന് വിളിക്കാം. ദിസ് ഈസ് ദ ഡെറിവേറ്റീവ്. അപ്പോൾ ഇങ്ങനെ തന്നാൽ എളുപ്പമാണ് ഡെറിവേറ്റീവ് എടുക്കാം. പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല പലപ്പോഴും ക്വസ്റ്റ്യൻ തരിക. ചെയിൻ റൂളുകൾ പ്രകാരം രീതിയിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ എക്സ്പോണൻഷ്യൽ തരും, ലോഗരിതമിക്കും അതുപോലെ തരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനുകൾ തന്നാൽ, അങ്ങനെയുള്ള കോമ്പോസിറ്റ് ഫംഗ്ഷനുകൾ തരുമ്പോൾ എങ്ങനെയാണ് ഡെറിവേറ്റീവുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളുക. എക്സ്പോണൻഷ്യലിൻ്റെയും ലോഗരിതമിക്കിൻ്റെയും ഡെറിവേറ്റീവുകൾ പഠിക്കുന്നതിന് മുമ്പ് ചില ബേസിക് ആയിട്ടുള്ള ലോഗരിതമിക് റൂളുകളും എക്സ്പോണൻഷ്യൽ ലോഗരിതമിക് കോമ്പിനേഷനുകളും അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവുണ്ടാവും, ലോഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗരിതം പ്രോഡക്റ്റുകളെ പ്രത്യേകം സമ്മുകളാക്കി മാറ്റും. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഡിവിഷനെ ലോഗരിതം മൈനസ് ആക്കി മാറ്റും. ലോഗ് എ റൈസ് ടു എം എന്ന് പറഞ്ഞാൽ എം ഫ്രണ്ടിലേക്ക് വരും, എം ഇൻറ്റു ലോഗ് എ എന്നായി മാറും. ഇനി എ റൈസ് ടു എം ഈക്വൽ ടു ബി എന്നാണെങ്കിൽ, ഇത് എക്സ്പോണൻഷ്യലാണ് കിടക്കുന്നതെങ്കിൽ ഇതിനെ ലോഗരിതമാക്കണമെങ്കിൽ നിങ്ങൾ ലോഗരിതം ഓഫ് ബി എന്ന് എഴുതുമ്പോൾ എ അതിൻ്റെ ബേസ് ആയി മാറും. അതായത് എം ഈക്വൽ ടു ലോഗ് ബി ടു ദ ബേസ് എ എന്നാണ് വായിക്കുക. എ റൈസ് ടു എം ഈക്വൽ ടു ബി ആണെങ്കിൽ നിങ്ങൾ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ എ താഴേക്ക് പോകും, ലോഗ് ബി ടു ദ ബേസ് എ എന്ന് വായിക്കും. ഇനി ഇവിടെ നോക്കൂ, ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും 2 നമ്പറുകളാണ്. നിങ്ങൾക്ക് ബേസിനെ മാറ്റണം. ബി എന്ന് പറയുന്ന ബേസിനെ നിങ്ങൾക്ക് മാറ്റി സി എന്ന് പറയുന്ന വേറൊരു ബേസ് ആക്കണമെങ്കിൽ ലോഗ് എ ടു ദ ബേസ് സി ബൈ ലോഗ് ബി ടു ദ ബേസ് സി എന്നാക്കാം. ദാറ്റ് ഈസ് ലോഗ് എ ടു ദ ബേസ് ബി ഈസ് ലോഗ് എ ബൈ ലോഗ് ബി എന്ന് സിമ്പിളായി പറയാം. ബേസ് സി ആകും അവിടെ. ഇനി മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എം ലോഗ് എ എന്ന് പറഞ്ഞാൽ ലോഗ് എ റൈസ് ടു എം ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ലോഗ് എക്സ് ഈസ് -1 ലോഗ് എക്സ് എന്നാണ്. -1 മുകളിലേക്ക് പോകുമ്പോൾ ലോഗ് എക്സ് റൈസ് ടു -1 എന്നാകും. ലോഗ് എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ ലോഗ് 1/x എന്നാണ്. അപ്പം ലോഗ് 1/x എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് എക്സ് എന്നർത്ഥം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും. കാരണം സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആണ് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ്? സൈൻ ഇൻവേഴ്സും സൈനും പരസ്പരം ഇൻവേഴ്സ് ഫംഗ്ഷനുകളായതുകൊണ്ട്. അതേപോലെ പരസ്പരം ഇൻവേഴ്സ് ഫംഗ്ഷനുകളാണ് ഇയും ലോഗും. ഇയും ലോഗും പരസ്പരമായിട്ടുള്ള ഇൻവേഴ്സുകളാണ്. അപ്പം ഇ റൈസ് ടു ലോഗ് സൈൻ വേഴ്സ് സൈൻ ക്യാൻസൽ ആവുന്നു എന്ന് പറയുന്നത് പോലെ ഇയും ലോഗും പരസ്പരം ക്യാൻസൽ ആകുകയും എക്സ് റിമെയിൻ. അപ്പം ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇ റൈസ് ടു ലോഗ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ഇ റൈസ് ടു ലോഗ് പി ആണെങ്കിൽ പി ആണ്. ഇയും ലോഗും പരസ്പരം ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ലോഗരിതമിക് ആൻഡ് എക്സ്പോണൻഷ്യൽ റൂൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കണക്ക് ചെയ്തു വരുന്നതിനിടയ്ക്ക് ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ലോഗരിതമിക് ഡെറിവേറ്റീവുകൾ എടുക്കുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളടുത്ത് പറയുന്നു, ഇഫ് y ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഫൈൻഡ് dy ബൈ dx.
ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് നമ്മൾ ഇങ്ങനെ റേഷ്യോ എഴുതുമ്പോൾ ഇതിനെ എ ബൈ ബി എന്നാണ് വിളിക്കുന്നത്. എ ബൈ ബി അല്ലെങ്കിൽ എ ഓവർ ബി എന്നൊക്കെ പറയും. എ ബൈ ബി എന്നാണ് പറയുന്നത്. അത് റേഷ്യോ ആയതുകൊണ്ടാണ് 1/2 1/3 എന്നൊക്കെ പറയുന്ന പോലെ. അതേ അർത്ഥത്തിലാണ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് വായിക്കേണ്ടത് അങ്ങനെയല്ല, ഡി വൈ ഡി എക്സ് എന്നേ പറയാറുള്ളൂ, ഡി വൈ ഡി എക്സ്. പക്ഷേ ഡി വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലർ കേൾക്കുന്ന ഒരു ഡി വൈ ഡി എക്സ് എന്ന് ഇങ്ങനെ എഴുതി വെക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു പക്ഷേ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വീഡിയോകൾ വല്ലതും നിങ്ങൾ ആരുടെങ്കിലും വീഡിയോകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സുകൾ വാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ഡി വൈ ഡി എക്സ് എന്നേ പറയുള്ളൂ. ശരിക്കും ഡി വൈ ഡി എക്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് എടുത്ത് പറയണം. എളുപ്പത്തിൽ ഡി വൈ ഡി എക്സ് എന്ന് പറയും. ബട്ട് നമ്മൾ ആസ് യൂഷ്വൽ നമ്മളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നേച്ചർ വെച്ച് മനസ്സിലാകുന്നതിന് വേണ്ടി ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് ശീലിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഫൈൻ ഡി വൈ ബൈ ഡി എക്സ്. നോക്കൂ, വൈ ഈക്വൽ ടു റൂട്ട് എന്നാണല്ലേ. ശരിക്കും ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലേ? കാരണം റൂട്ട് എക്സ് ആയിരുന്നു ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. അവിടെ എക്സ് വരേണ്ടടുത്ത് രണ്ട് പോളിനോമിയകൾ ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നോർമലായി ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ റൂട്ടിൻ്റെ എടുക്കണം, 1/2 റൂട്ട് ഇവരെ എഴുതണം, പിന്നീട് അവരെ കോഷ്യൻ റൂൾ എഴുതണം. കോഷ്യൻ റൂൾ എഴുതുമ്പോൾ അതിനകത്ത് 2 പ്രോഡക്റ്റ് റൂൾ വരും. അങ്ങനെ വളരെ ലോങ് ആകും, ചെയ്യുക വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറും. അപ്പോൾ ഇങ്ങനെ റൂട്ടും കുറേ പ്രോഡക്റ്റും ഒക്കെ വരുന്ന കേസുകളിൽ നിങ്ങൾ ലോഗരിതം അപ്ലൈ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ അങ്ങ് വളരെ സിമ്പിളായി മാറും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, ലോഗരിതം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ y ഈക്വൽ ടു x-1 ഇൻറ്റു x-2 ബൈ x² + 2 ഇൻറ്റു x+3 ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതുന്നു. കാരണം നമുക്കറിയാം റൂട്ട് എന്ന് പറഞ്ഞാൽ ടു ദ പവർ 1/2 ആണ്. രണ്ട് സൈഡിലും നിങ്ങൾ ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലോഗ് y ഈക്വൽ ടു ലോഗ് ഓഫ് x-1 ഇൻറ്റു x-2 ബൈ x² + 2 ഇൻറ്റു x+3 ടു ദ പവർ ഹാഫ്. നമുക്കറിയാം ലോഗ് എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എം ലോഗ് എ ആണല്ലോ. അപ്പം ഹാഫ് ലോഗ് എന്നാകും, ഹാഫ് ലോഗ് ഓഫ് ദിസ് എന്നാകും. നോക്കൂ, ഹാഫ് ഇനി ഫ്രണ്ടിൽ വന്നാൽ പിന്നീട് ലോഗ് എ ബൈ ബി എന്നല്ലേ കിടക്കുന്നത്, ലോഗ് എ ബൈ ബി. അതിനെ ലോഗ് എ മൈനസ് ബി എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതുമ്പോൾ ഹാഫ് ഇൻറ്റു ഹാഫ് ഫ്രണ്ടിൽ വന്നു, ലോഗ് x-1 ഇൻറ്റു x-2 മൈനസ് ലോഗ് x² + 2 ഇൻറ്റു x+3 എന്ന ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതാം. കാരണം ഹാഫ് ഫ്രണ്ടിൽ വരുമ്പോൾ ഹാഫ് ലോഗ് ഇതെന്ന് വരും. ഇത് ലോഗ് എ ബൈ ബി എന്നുള്ളതാണ്. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി, ഹാഫ് ഫ്രണ്ടിലും വന്നു, ലോഗ് എ മൈനസ് ലോഗ് ബി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലോഗ് ഓഫ് ഇതേ ഇൻറ്റു ഇത് വീണ്ടും ലോഗ് എ ബി എന്നല്ലേ. ഇതിനെ എനിക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാമല്ലോ, കാരണം ഇവിടെ പ്രോഡക്റ്റ് അല്ലേ. അപ്പം ഞാൻ എഴുതുന്നു ഹാഫ് ഓഫ് ലോഗ് x-1 പ്ലസ് ലോഗ് x-2 മൈനസ് വീണ്ടും ലോഗ് എ ബി അല്ലേ, അതിനെ മാറ്റുമ്പോൾ ലോഗ് x² + 2 പ്ലസ് ലോഗ് x+3 എന്നാണ്. പക്ഷേ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അയാൾ അകത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ എന്താകും, മൈനസ് ലോഗ് x+3 എന്നാകും. ശരിക്കും പ്ലസ് ആണ്, ബട്ട് ഇവിടെ മൈനസ് കഴിഞ്ഞ് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് പ്ലസ് ഇടുക, മൈനസ് അകത്തേക്ക് കൊടുത്തങ്ങ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താകും, മൈനസ് ആയി മാറും. അപ്പോൾ നോക്കൂ, ഈ എക്സ്പ്രഷനെ ലോഗരിതം വെച്ച് സിമ്പിളാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ y. ഇത് y ആണ് നമ്മൾ ലോഗ് y. ഇതാണ് നമ്മളുടെ ലോഗ് y. ലോഗ് y ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണെന്ന് നോക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ലോഗ് എ ബി ആയിരുന്നു, ലോഗ് എ പ്ലസ് ബി എന്ന് എഴുതേണ്ടതാണ്. ബട്ട് ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ടാണ് അത് അകത്തോട്ട് പോയത്, ശ്രദ്ധിച്ചോളുക, സംശയം വരരുത്. ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ത്രൂ ഔട്ട് ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് നമ്മൾക്കറിയാമല്ലോ, ലോഗ് എക്സിൻ്റെത് 1/x ആണല്ലേ. അപ്പോൾ ലോഗ് വൈയുടേത് 1/y ആണ്. പക്ഷേ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് വൈയുടെ ഡെറിവേറ്റീവ് എവിടെ എടുത്താലും അതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം, വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നതിൻ്റെയൊക്കെ കൂടെ dy ബൈ ഡി എക്സ് കൊടുക്കണം, ശരിയല്ലേ. ലോഗ് വൈയുടേത് 1/y ഇൻറ്റു dy ബൈ ഡി എക്സ്. ഇനി ഹാഫ് ഉണ്ട്, ഹാഫ് അവിടെ കിടന്നോട്ടെ, അത് പ്രോഡക്റ്റഡ് ആണ്, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, അവിടെ കിടക്കും. ലോഗ് x-1ൻ്റെത് ലോഗിൻ്റെത് 1/x-1 ഇൻറ്റു x-1ൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ചെയിൻ റൂൾ അല്ലേ. ലോഗിൻ്റെത് 1/x-1 ഇൻറ്റു x-1, കാരണം ലോഗ് എക്സ് ആണ് നമ്മുടെ ബേസിക് ഫംഗ്ഷൻ. അവിടെ എക്സ് കിടക്കേണ്ടടുത്ത് x-1 വന്ന് കിടക്കുകയാണ്. അപ്പോൾ ലോഗ് x-1ൻ്റെത് 1/x-1 ഇൻറ്റു x-1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. കാരണം എക്സിൻ്റെത് 1 മൈനസ് 1ൻ്റെത് 0, അപ്പോൾ 1 അത് എഴുതിയില്ലേലും കുഴപ്പമില്ല. പ്ലസ് അടുത്തത് ലോഗ് x-2 1/x-2 ഇൻറ്റു x-2ൻ്റെത് 1 ആണ്, എഴുതിയില്ലേലും കുഴപ്പമില്ല, കാരണം എക്സിൻ്റെത് 1 2ൻ്റെത് 0 മൈനസ് ലോഗ് x² + 2 1/x² + 2 ലോഗിൻ്റെത് കഴിഞ്ഞു ഇൻറ്റു x² + 2ൻ്റെ വേണ്ടേ, x² + 2ൻ്റെ എന്താണ് 2x + 0 ദാറ്റ് ഈസ് 2x.
ഇവിടെയൊക്കെ എക്സ് ആയതുകൊണ്ടാണ് ഇൻറ്റു 1 എന്ന് എഴുതാത്തത്. ബട്ട് ഇവിടെ എക്സ് സ്ക്വയർ ആണ്, അതുകൊണ്ട് ചെയിൻ റൂൾ പ്രകാരം 2x എഴുതണം. 1/x² + 2 × 2x മൈനസ് log x + 3 1/x + 3 × x-ൻ്റെത് 1 × 1 ആയതുകൊണ്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രാക്കറ്റ് ക്ലോസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് നമുക്ക് dy/dx ആണ് വേണ്ടുന്നത്. dy/dx ഈക്വൽ ടു y/2 × y ഡിവൈഡ് ചെയ്ത y അപ്പുറേക്ക് പോകുമ്പോൾ y/2 × 1/x - 1 + 1/x - 2 മൈനസ് 2x/x² + 2 മൈനസ് 1/x + 3 എന്നാകും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു y എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തതാണ്, ലെറ്റ് y എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനെ. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഇവിടെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് 1/2 √(x - 1 × x - 2/x² + 2 × x + 3 yക്ക് പകരം നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ക്വസ്റ്റ്യൻ. ഇൻറ്റു ബാക്കി കിടക്കുന്നത് 1/x - 1 + 1/x - 2 മൈനസ് 2x/x² + 2 മൈനസ് 1/x + 3. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. പരീക്ഷയ്ക്ക് ഇന്നേ വരെ ഇങ്ങനെയുള്ള ടൈപ്പ് ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ ചോദിക്കാം, ചോദിക്കാതിരിക്കാം. എനിവേ നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് ആ ഡെറിവേറ്റീവുകൾ √() വലിയ എക്സ്പ്രഷൻസ് വന്നാൽ എടുക്കുന്നത്. ശ്രദ്ധിക്കുക.